ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും ബൈജേട്ടൻ രാവിലെ തന്നെ പോകുന്നത് നമ്മൾ എയർപോർട്ടിൻ്റെ ബാക്കിലൂടെയാണ് കേട്ടോ യാത്ര. നമ്മൾ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ ചിറയിൽ ആഗ്രോ ഗാർഡൻസ് സീഡിംഗ് പ്രൊഡക്ഷൻ സെൻറ്ററിലേക്കാണ്. ഈ ഒരു സ്ഥലം കൊണ്ടോട്ടിക്കടുത്തുള്ള അമരച്ചാല് ചിറയിൽ ചുങ്കം എന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഗാർഡൻസ് ഉള്ളത്. കൂടുതലായിട്ട് അറിയാൻ അവരുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവരുടെ നമ്പർ ഞാനിതാ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൺവേ കൂടെ ഫ്ലൈറ്റ് പോകുന്നതും വരുന്നതും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഗ്രാഫൈറ്റ് ചെയ്തതാണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരുപാട് പ്ലാവിൻ തൈകളും മാത്തൈകളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ വാങ്ങാവുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള വില മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ ഒരുപാട് ചെടികളെ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫാം എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലത്താട്ടോ വ്യാപിച്ച് കിടക്കുന്നത്. അവർ സ്വന്തമായിട്ടാണ് ആ ഒരു ഫാമിൽ ഗ്രാഫൈറ്റ് ചെയ്ത് എടുക്കുന്നത്. അവർക്ക് മൊത്തമായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്, അതേപോലെ നമ്മൾ റീറ്റെയിലായിട്ടും അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തൈയുടെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. വരികയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഡ്രമ്മിൽ മാവിൻ്റെ തൈകളാട്ടോ വെച്ചിട്ടുള്ളത്. അതിന് താഴെ പ്ലാവിൻ്റെ തൈകൾ ഒരുപാടുണ്ട്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ എയർപോർട്ടാട്ടോ, റൺവേ ആണ് ആ കാണുന്നത്. നമ്മൾ ഇങ്ങനെ താഴോട്ട് പോകുമ്പം അവിടെ താഴെ ഭാഗത്തായിട്ട് മാവിൻ തൈകളും പ്ലാവ് തൈകളും ഒക്കെ ആയിട്ട് ഒരുപാട് തൈകൾ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. അവർ സ്വന്തമായിട്ട് ഗ്രാഫൈറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് അവർക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും എപ്പോൾ അത് കായ്ക്കും എന്നുള്ളത്. 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ വില ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും നമ്മൾ പ്ലാവിൻ്റെ തൈയാണെങ്കിൽ തന്നെ നമുക്ക് 80 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ 150 രൂപ 250 രൂപ അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്കുണ്ട് കേട്ടോ. അതെവിടെയാണ് ഇവിടെ വലിയൊരു ഇക്ക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നൊരിക്കയാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. പുറത്തുനിന്ന് വാങ്ങി വെച്ച തൈകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം കായ്ക്കാനിട്ട് അത് അവർക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരവരുടെ ഫാമിൽ തന്നെ വികസിപ്പിച്ചെടുത്താണ്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രത്തോളം പ്ലാത്തൈകൾ ഇവിടെ വികസിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് മധുര അമ്പഴങ്ങിയാണ്. അത് ചെറുതായിട്ട് കായകൾ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇതാ കണ്ടോ, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, ഫ്രണ്ടിലേക്ക് വരികയാണേ. അതിൻ്റെ ഈ സൈഡിലൊക്കെ പ്ലാവിൽ ചക്ക ഉണ്ടായിട്ടുണ്ട്. നല്ല മധുരച്ചോള ഉള്ള ചക്കയാണ്. പിന്നെ അതുപോലെ തന്നെ സീഡ്ലെസ് ആയിട്ടുള്ള ചക്കേൻ്റെ തൈയും ഉണ്ട് കേട്ടോ ഇവിടെ, പ്ലാവിൻ്റെ തൈ. ഓക്കെ, അപ്പോൾ അവരിവിടെ മണ്ണൊക്കെ നിറയ്ക്കുന്ന ആ ഒരു ഇതിലാണ് അവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരാണത്. അപ്പോൾ നമ്മളൊരു പ്ലാവിൻ്റെ തൈ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക, വെള്ളം സ്പ്രേ ചെയ്തിട്ടാണ് ആ ഒരു ഫാമിൽ നനയ്ക്കുന്നത് തന്നെ. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോകാനേ തോന്നില്ല. കണ്ടോ, ഒരുപാട് ചെടികളും പൂക്കളായിട്ട് ഇത് വരുന്ന എൻട്രിയാണ്. അങ്ങനെ നമ്മൾ 2 ചെടിയൊക്കെ വാങ്ങി നമ്മൾ താഴോട്ട് പോണ വഴിയാട്ടത്. അങ്ങനെ പോകുന്നതുകൊണ്ട് അവരുടെ ഫാമാണിത് കേട്ടോ. ഒരുപാട് തൈകൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് വാങ്ങുകയോ ചെയ്യാം. ഓക്കെ, ഇതാ ഈ ഒരു സ്ഥലം മൊത്തം അവരുടെ ആ ഒരു കൃഷിസ്ഥലമാണ് കേട്ടോ. അത് മൊത്തം ഉണ്ടോ, അതിൻ്റെ മുകളിലേക്കായിട്ട് ഫുള്ള് തൈകളാണ്. മണ്ണൊക്കെ അടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് മുകളിൽ മൊത്തം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമ്മുടെ വരുന്ന വഴിയുള്ള ആ ഒരു സ്ഥലം കേട്ടോ, നേരിട്ട് കാണുമ്പോൾ അടിപൊളി വ്യൂ പോയിൻ്റാണ്. അപ്പം നമ്മൾ അവിടെ പോയപ്പം നമ്മളൊരു പ്ലാത്തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നൊരു തൈയാണ്. അത്യാവശ്യം നല്ല തൈയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 80 രൂപയെ വരുന്നുള്ളേ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആർക്കും താങ്ങാവുന്ന ആ ഒരു വിലയുള്ളൂ കേട്ടോ അതിന്. പിന്നെ വന്നിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു
കടലാസ് പൂവിൻ്റെ ചെടിയാണ് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് ഒരു മരത്തിൽ തന്നെ പലവിധം കളറുള്ള ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു ചെടി ആയതുകൊണ്ട് ഞാൻ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് 160 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. നമ്മൾ എയർപോർട്ട് വന്ന വഴി തന്നെയാണ് കേട്ടോ. എയർപോർട്ടിൻ്റെ ബാക്കിലൂടെ വന്ന് നമ്മുടെ കുമ്പയ്ക്കൽ ഭാഗത്തേക്കാണ് കൊണ്ടോട്ടി സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.